17ാമത്തെ വയസ്സിലായിരുന്നു. ആ സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് രാഹുലിന് തന്റെ ദൗത്യം പൂർത്തിയാക്കാനായത്. വയനാടിന് 2 എംപിമാരുണ്ടാകും. എന്റെ സഹോദരിക്ക് നിങ്ങളും സംരക്ഷണം ഒരുക്കണം. നമസ്കാരം. കണ്ണട ഇല്ലാത്തതിൻ്റെ കാര്യം ആലോചിക്കുന്നുണ്ടാവും. അത് താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ അത് നേരെയാക്കാനുള്ള ഒരു സമയം വേണം. അതുവരെ നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി എത്തിയ കാലമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. രാഹുൽ ഗാന്ധി ഇവിടുന്ന് പോയി പകരം നമ്മുടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വന്ന, നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്ന ദിവസമാണ്. അവരുടെ റോഡ് ഷോയും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട്. രസകരമായ വൈകാരികമായ സമീപനമാണ് അവരെപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയും അങ്ങനെ തന്നെയാണ്. വയനാട് എന്ന് പറയുന്നത് കുറച്ച് വൈകാരികമാക്കി പ്രസംഗങ്ങളിലൊക്കെ ആ തലത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോഴും ആ വൈകാരിക തലത്തെ സ്പർശിച്ചുകൊണ്ടാണ് പ്രസംഗം നടത്തിയത്. അവരുടെ റോഡ് ഷോ മുഴുവൻ അങ്ങനെയായിരുന്നു. ഈ സാഹചര്യത്തിൽ വയനാട് എത്തിയ പ്രിയങ്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രസംഗത്തിലെ ചില പ്രധാന ഭാഗങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളൊക്കെ ലൈവ് കണ്ട ആളുകൾക്കൊക്കെ അറിയായിരിക്കും. ആ പ്രസംഗം നീണ്ട പ്രസംഗമാണ്. വലിയ ഖാർഗെ വരെ പ്രസംഗിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ജ്യോതി വിജയകുമാർ അത് ഗംഭീരമായി പരിഭാഷപ്പെടുത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ അത് മുഴുവൻ കേൾക്കാൻ സമയം കിട്ടാത്ത ആളുകൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം കേൾപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും അവർ വൈകാരികതയിലേക്ക്, വയനാടിൻ്റെ വൈകാരികതയിലേക്ക് വരുന്നതിന് മുമ്പ് തൻ്റെ പശ്ചാത്തലം, താൻ വളർന്നു വന്ന സാഹചര്യം ഒക്കെ സൂചിപ്പിക്കുന്ന ചില പോയിന്റുകൾ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ശൈലിയും അത് തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞതും തൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കുറിച്ചാണ്. അത് 17ാമത്തെ വയസ്സിലായിരുന്നു. അച്ഛൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് പോയത്. I campaigned for the first time for my father in the 1989 general election. അതിനുശേഷം 35 വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് അച്ഛന് വേണ്ടി, പിന്നീട് അമ്മയ്ക്ക് വേണ്ടി, സഹോദരന് വേണ്ടി, സഹപ്രവർത്തകർക്ക് വേണ്ടി ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിട്ടുണ്ട്. It is now 35 years. I have campaigned for my mother. I have campaigned for my brother, for many of my colleagues. എന്നാൽ ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടി ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നത്. അത് വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. This is the first time that I am campaigning for your support for myself, and it is a very different feeling. ബുദ്ധൻ മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ, അത് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങളാണ് എന്ന് പ്രിയങ്ക പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവർ കടന്നു വന്ന വഴികളിൽ ബുദ്ധ തത്വങ്ങളോട് അവർ എന്തുമാത്രം അടുത്ത് നിൽക്കുന്നു എന്നുള്ളത്. ഇന്ന് വയനാട്ടിൽ അവരുടെ ആദ്യത്തെ പരിപാടിയിൽ പ്രസംഗിക്കുമ്പോഴും ബുദ്ധന്റെ മൂല്യങ്ങളെക്കുറിച്ച് അവർ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. The teachings of the Buddha, who taught us non-violence, who showed us the path of ahimsa, these have been all together the core and foundational values of our nationhood. രാജ്യം മുഴുവൻ നടന്ന കിലോമീറ്ററുകളോളം, സഹസ്ര കിലോമീറ്ററുകളോളം നടന്ന രാഹുൽ ഗാന്ധിയെ വഴി നയിച്ചതും ഈ സ്നേഹത്തിന്റെ, മനുഷ്യ സ്നേഹത്തിന്റെ മൂല്യങ്ങളാണ് എന്നാണ് പ്രിയങ്ക പറയുന്നത്. These are the values that moved my brother to walk 8,000 kilometers across India to conduct his yatra for love and unity. അതേസമയം ഈ ഘട്ടങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത എതിർപ്പുകൾ, കടുത്ത വിദ്വേഷ പ്രചരണങ്ങൾ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലോകം മുഴുവൻ എതിര് നിന്നപ്പോഴും അദ്ദേഹത്തിനൊപ്പം നിലകൊണ്ട സ്നേഹത്തിൻ്റെ പ്രതിനിധികളാണ് വയനാട്ടിലെ ജനത എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അന്ന് തൻ്റെ സഹോദരനൊപ്പം നിന്നതിനുള്ള സ്നേഹം തിരിച്ചു നൽകാൻ എത്തി എന്നുള്ള രീതിയിലാണ് അവർ പ്രസംഗിച്ചത്. My sisters and brothers, you stood by my brother when the whole world was turning its back on him. ആ സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് രാഹുലിന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കാനായത്. You gave him your strength and you gave him courage to keep fighting. My whole family will always remain indebted to you. We will always be grateful to you for this support. രാഹുലിൻ്റെ യാത്രയിൽ നിന്ന് തൻ്റെ യാത്രയിലേക്കാണ് പ്രിയങ്ക ഗാന്ധി എത്തിയത്. ഇപ്പോൾ ഞാൻ ഒരു യാത്ര തുടങ്ങുകയാണ്. അതിനാണ് വയനാട്ടിലേക്ക് വന്നത്. രാജ്യത്തിൻ്റെ, തൻ്റെ ജീവിത ഘട്ടങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായൊരു യാത്രയ്ക്കാണ് പോകുന്നത്. ഈ യാത്ര പൂർത്തീകരിക്കണമെങ്കിൽ, ഇത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട് എന്നും അവർ പറഞ്ഞു. This is a new journey
for me, and you are my guides, you are my teachers on this journey. ഞാൻ 2 മക്കളുടെ അമ്മ കൂടിയാണ്. അതുകൊണ്ട് എങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്കറിയാം. ഏത് പ്രതിസന്ധിയിലും എൻ്റെ കുടുംബത്തെ ഞാൻ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ അടങ്ങുന്ന കുടുംബം എനിക്ക് പ്രധാനമാണ്. അതാണ് എൻ്റെ കുടുംബം. അതുകൊണ്ട് ഏത് പ്രതിസന്ധിക്കിടയിലും മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാകും, എനിക്കൊപ്പം നിങ്ങളും ഉണ്ടാകണം. For all of this politics, I have been a mother of 2 children. I have built a family. The one thing I always wanted my children to know, and every member of my family to know, that no matter what difficulty I have faced, no matter what happened in my life, whenever they needed me, I would be there to stand by them. ഏത് പ്രശ്നം പരിഹരിക്കാനും ഏത് ആവശ്യത്തിനും ഞാൻ നിങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കും. You are also my family. And I want you to know the same, that I am here to fight for you. I am here to stand by you through thick and thin. I am here to be your voice, to fight your battles, and I will not let you down. അങ്ങനെ പ്രിയങ്ക ഗാന്ധി പ്രസംഗം അവസാനിപ്പിച്ചു. പിന്നാലെ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ വന്നു. രാഹുൽ ഗാന്ധി പ്രിയങ്ക അവസാനിപ്പിച്ചെടുത്തു നിന്നാണ് തുടങ്ങിയത്. തന്നെ പലരും എതിർത്തപ്പോൾ തനിക്കെതിരായ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായ ഘട്ടങ്ങളിൽ വയനാട്ടിലെ ജനതയാണ് തനിക്കൊപ്പം നിന്നത് എന്നും ലോകം മുഴുവൻ എതിരെ നിന്നപ്പോഴും നിങ്ങളുടെ സ്നേഹമാണ് എന്നെ മുന്നോട്ട് നയിച്ചത് എന്നും പ്രിയങ്ക പറഞ്ഞതിനെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രിയങ്ക in her speech said that you protected me and you looked after me when I needed it most. പ്രിയങ്ക അത് പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ആ വികാരം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും എന്ന്. But when she was saying that, I was thinking to myself that what Wayanad has done for me cannot be expressed in words. പലതവണ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്കൊപ്പം നിന്നപ്പോഴുള്ള എൻ്റെ വൈകാരിക അവസ്ഥ. പ്രിയങ്കയും ഇപ്പോൾ ഈ പ്രസംഗത്തിലും പറഞ്ഞു, അതിനു മുമ്പും പറഞ്ഞു. പക്ഷേ എത്ര തവണ പറഞ്ഞാലും അതിൻ്റെ യഥാർത്ഥ വൈകാരിക തലം പ്രകടിപ്പിക്കാൻ കഴിയില്ല. അത് വാക്കുകൾക്ക് അതീതമാണ്. അത്രമാത്രം ആഴത്തിലുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ എനിക്ക് നൽകിയത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. No matter how many times I repeat it or she repeats it, the true expression of the feeling cannot be spoken. Feelings are really deep. The only way for those feelings to be expressed is through actions. അതിനുശേഷം രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യം പറഞ്ഞു, ഇനി വയനാടിന് 2 എംപിമാരുണ്ടാകും. I'd like to remind you, in case you forget, that Wayanad is the only constituency in the country that has 2 members of parliament. ഒന്ന് ഔദ്യോഗികമായും ഒന്ന് അനൗദ്യോഗികമായും, അതായത് ഒന്ന് ഞാനും ഒന്ന് പ്രിയങ്കയും എന്ന്. One is the official member of parliament and the other is the unofficial member of parliament. പിന്നീട് പ്രിയങ്കയെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഞാൻ ബസ്സിൽ വരുമ്പോൾ ആലോചിക്കുകയായിരുന്നു പ്രിയങ്കയെക്കുറിച്ച് എന്താണ് നിങ്ങളോട് പറയുക. നിങ്ങളോടുള്ള എൻ്റെ അടുപ്പം വെച്ച് എൻ്റെ സഹോദരി നിങ്ങൾക്ക് മുന്നിലേക്ക് മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ എന്താണ് പ്രിയങ്കയെക്കുറിച്ച് പറയുക എന്ന് ഞാൻ ആലോചിച്ചു. I was in the bus coming here today and I was thinking, how do I explain my sister in the simplest way to the people of Wayanad? What is it that best describes my sister in 1 or 2 sentences? ചെറുപ്പകാലത്ത് ഞങ്ങൾ കൂട്ടുകാർ പ്രിയങ്കയെ നിരീക്ഷിക്കാറുണ്ട്. പ്രിയങ്കയുടെ സുഹൃത്തുക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ അവരുമായി സമയം ചെലവഴിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി പ്രിയങ്ക നിൽക്കും. അവർക്ക് എന്ത് ആവശ്യം വരുമ്പോഴും എന്ത് പ്രശ്നം വരുമ്പോഴും തനിക്ക് എന്ത് സംഭവിക്കും എന്ന് നോക്കാതെ അവർക്കൊപ്പം നിൽക്കും. പക്ഷേ അവർ തിരിച്ച് എല്ലാ കാര്യങ്ങൾക്കും അപ്രീസിയേഷൻ കൊടുക്കുന്ന ഒരു സമീപനം ഇല്ലാത്ത ഘട്ടത്തിൽ ഒരിക്കൽ ഞാൻ പ്രിയങ്കയോട് അത് ചോദിച്ചു. ഞങ്ങൾ കൂട്ടുകാരൊക്കെ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അവർ നിങ്ങളോട് തിരിച്ച് അത് കാണിക്കുന്നില്ലെങ്കിലോ എന്ന്. അന്ന് പ്രിയങ്ക പറഞ്ഞത്, കൂട്ടുകാർക്ക്, നമ്മുടെ ഫാമിലിക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യുക, തിരിച്ചെന്ത് ലഭിക്കുന്നു, തിരിച്ചതിന് അഭിനന്ദനം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും എൻ്റെ പ്രശ്നമല്ല എന്നാണ് പ്രിയങ്ക പറഞ്ഞിട്ടുള്ളത്. And I remember when we were small, I used to watch my sister with her friends and I used to always tell her, Priyanka, you cannot go so far to look after your friends. If Priyanka had a friend, then Priyanka was willing to do anything to look after the interest of the friend. And sometimes she would do something and the friends would not appreciate what she had done. And I would tell her, Priyanka, you do this. And she would always say, because I want to. Appreciating what you're doing. They're not the sacrifice you're making. It doesn't matter if they don't appreciate. I want to do it. എൻ്റെ അമ്മ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്.
അച്ഛൻ മരിച്ച ഘട്ടത്തിൽ കുടുംബം അനാഥമാകും എന്ന് വന്ന ഘട്ടത്തിൽ അച്ഛനില്ലാത്ത വിടവ് നികത്തുന്ന വിധത്തിൽ ഇടപെട്ട് അമ്മയ്ക്ക് സംരക്ഷണം ഒരുക്കിയത്, ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയത് പ്രിയങ്കയുടെ സാന്നിധ്യമായിരുന്നു. My mother is sitting here. When my father died, it was my sister who looked after my mother. She was 17 years old when Papa died. My mother lost everything. My father lost everything. Sorry, my sister lost everything. But the person who was looking after my mother was my sister. ഇന്ന് വയനാട്ടുകാരോട് ഞാൻ പറയുന്നു, വയനാട് ഞങ്ങളുടെ കുടുംബമാണ്, വയനാട് പ്രിയങ്കയുടെ കുടുംബമാണ്. വയനാട്ടുകാർക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി എന്ത് കാര്യത്തിനും ഏത് പ്രശ്നം പരിഹരിക്കാനും പ്രിയങ്ക ഒന്നിച്ചു നിൽക്കും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു തരികയാണ്. And I am confident that my sister is ready to sacrifice anything for her family. എന്നിട്ട് രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടി പറയുന്നു, നിങ്ങളും എൻ്റെ സഹോദരിക്ക് സംരക്ഷണം നൽകണം എന്ന് പറയാൻ വേണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയ രാഖി ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് ഞാൻ പൊട്ടിച്ച് കളയാറില്ല. എൻ്റെ സഹോദരി എനിക്ക് കെട്ടിത്തന്ന സഹോദര സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഇത് തനിയെ പൊട്ടിപ്പോകുന്ന ഘട്ടങ്ങളിൽ മാത്രം വീണ്ടും കെട്ടുക എന്നുള്ളതാണ്. ഇതുപോലെ എൻ്റെ സഹോദരിക്ക് നിങ്ങളും സംരക്ഷണം ഒരുക്കണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. I also need a favor from you. See, I have this Rakhi on my hand that she made. I don't take it off until it breaks. And this is a symbol of a brother's protection for his sister. I ask the people of Wayanad, in fact, I request the people of Wayanad that look after my sister and protect my sister. അങ്ങനെ അവരെ നിങ്ങളുടെ കുടുംബാംഗമാക്കിയാൽ അവർ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, പ്രതിസന്ധിക്ക് വേണ്ടി നിങ്ങൾക്കൊപ്പം നിലകൊള്ളൂ. We'll put her entire energy into looking after the people and the problems of Wayanad. And don't forget, I am your unofficial member of parliament, so I am also allowed to come here and interfere and do the work in Wayanad. Thank you, Nandri. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നീണ്ട നാളുകൾക്ക് ശേഷം രാഹുൽ ഗാന്ധി ജയിച്ചു പോയതിനു ശേഷം രാജിവെച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയും കൊണ്ട് വരികയാണ്. രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്ന ഈ നീണ്ട കാലയളവിൽ പലവിധ ദൗത്യങ്ങളാണല്ലോ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ടാവുക. ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചകൾ നടക്കുന്ന ഘട്ടമാണ്. ഇനിയും പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് പോകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പലവിധ ആക്രമണങ്ങൾക്ക്, രാഷ്ട്രീയ ആക്രമണങ്ങൾക്കൊക്കെ വിധേയമാകേണ്ടി വരും. ആ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പലവിധ വിമർശനങ്ങളുണ്ട്, നമുക്കൊക്കെയും വിമർശനങ്ങളുണ്ട്. പക്ഷേ അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യമായ ചില ഘട്ടങ്ങളെ നമ്മൾ ആ നിലയിൽ തന്നെ കാണുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ തന്നെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രണ്ട് കക്ഷികൾ തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് മത്സരിക്കുന്നത്. പ്രിയങ്കയും കോൺഗ്രസും CPI-യുമാണ് അവിടെ മത്സരിക്കുന്നത്. ഒരുപക്ഷെ ഒരു ദൗത്യം എന്നുള്ള നിലയിൽ ഇരു കക്ഷികളും അതിനെ സംയമനത്തോടെ നോക്കിക്കാണുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പ്രിയങ്കയുടെ പ്രസംഗത്തിലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലും കേവലമായ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിലേക്ക് കടക്കുന്ന ഒരു ശൈലി നമ്മൾ കണ്ടിട്ടില്ല. ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ രാഹുൽ ഗാന്ധി വാവിട്ടുപോയ ഒരു വാക്കിൻ്റെ പേരിൽ വലിയ തോതിൽ പഴി കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സമീപനം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരു കക്ഷി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ കാണിക്കുന്ന സംയമനം പ്രിയങ്കയും കോൺഗ്രസും കാണിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ സൂചിപ്പിച്ചത് രാഹുൽ ഗാന്ധി പിണറായി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന വിചിത്രമായ ചോദ്യത്തിൻ്റെ കാര്യമാണ്. അത് പിന്നീട് അവർ തുടർന്ന് ഫോളോ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. അവർ അതിൽ നിന്നും മാറി നടക്കുന്ന കാഴ്ച കണ്ടു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം രാജ്യത്തുണ്ട് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വയനാട്ടിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കരയിലും ഒപ്പം പാലക്കാടും കടുത്ത മത്സരം, രാഷ്ട്രീയ ആക്രമണങ്ങളെ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കടുത്ത മത്സരം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴൊരു ചോദ്യം ഉയരുന്നുണ്ട്, വയനാട്ടിൽ ഇത്തരം ദേശീയ തലത്തിലൊരു പ്രചരണം എന്നുള്ള നിലയിലേക്ക് മാറ്റുമ്പോൾ ഇന്ന് നമുക്കറിയാം ഖാർഗെ വരെയുള്ള ആളുകൾ അവിടെ, സിദ്ധരാമയ്യ മുതൽ രേവന്ത് റെഡ്ഡി മുതൽ ഖാർഗെ വരെയുള്ള ആളുകൾ അവിടെ പ്രചരണത്തിനെത്തിയിട്ടുണ്ട്. ആ പ്രചരണം ഇങ്ങനെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് ചേലക്കരയിലേക്കും വയനാട്ടിലേക്കും പ്രചരണത്തിന് വലിയ ആളുകൾ വരുമോ എന്നുള്ള ചോദ്യമുണ്ട്. വരാൻ സാധ്യതയില്ല. അല്ലാതെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകൾ മറ്റു തരത്തിലേക്ക് കൂടി മാറും. അങ്ങനെയുള്ള സാധ്യതകൾ കൂടിയുണ്ട്. നമുക്കേതായാലും കാത്തിരുന്ന് കാണാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന്. നന്ദി, നമസ്കാരം.